അസ്സലാമു അലൈക്കും. ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ശ്രമിക്കുന്നത്. വീഡിയോ എടുക്കാൻ അറിയില്ല, വീഡിയോ എടുക്കാൻ നല്ല ഫോണില്ല. എന്നിരുന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. ഒരു IQ Z10 Flex കൊണ്ടാണ് നമ്മൾ വ്ളോഗൊക്കെ തുടങ്ങുന്നത്. മുമ്പൊക്കെ യാത്ര പോകുന്ന സമയത്ത് വീട്ടിലേക്ക് ഉമ്മാക്കും ഉപ്പാക്കും പെങ്ങന്മാർക്കും ഒക്കെ പോകുന്ന സ്ഥലം മുറിച്ച് ഇങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ മുറിച്ച് ആ എടുത്ത കട്സ് ഒന്ന് വ്ളോഗായിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് ആദ്യ ശ്രമമാണ്. പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. യാത്ര ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർക്ക് രാജറാണി പോകണം, പട്ടിക്കാടുന്ന്. അത് തിരക്കാവുന്ന കരുതിയിട്ട് കാല് കുത്താൻ സ്ഥലം ഉണ്ടല്ലോ കരുതിയിട്ട് ആദ്യം മേലാറ്റൂർ പോയി നിലമ്പൂർ കയറി. നിലമ്പൂരിൽ നിന്ന് പിന്നെ തൃശ്ശൂർ കയറുന്ന അതിന് വേണ്ടി മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്താണ്. അതിൻ്റെ ഇടയിൽ ഒരു മുട്ടം പണി കിട്ടി. പുതിയ ബാഗ് ഇപ്പാക്ക് കടിക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ്. അതിൻ്റെ ലോക്ക് മാറ്റാൻ വേണ്ടി നിന്നു. ഞാനും എൻ്റെ പെങ്ങളൊട്ടും ശ്രമിച്ചു. ലോക്ക് മാറി അങ്ങോട്ട് കുറേ വട്ടം ശ്രമിച്ചിട്ട് അൽഹംദുലില്ലാഹ് കിട്ടി. അങ്ങനെ അതിൻ്റെ ചാരിതാർത്ഥത്തിൽ കിട്ടിയെന്ന് അറിയിച്ച് വീട്ടിൽ അയച്ച ഫോട്ടോ ആണ്. പിന്നെ യാത്രക്കടിയിലൊന്നും കൂടുതലൊന്നും എടുത്തിട്ടില്ല. പിന്നെ അത് വീട്ടിൽ ഒരു അത്ഭുതം കണ്ടപ്പോൾ ഡബിൾ ടക്കർ ട്രെയിൻ കണ്ടപ്പോൾ അത് അയച്ചു കൊടുത്തതാണ്. ഇതിൻ്റെ ഇടയിൽ ഉറങ്ങാൻ പറ്റിയ സ്ഥലം നമുക്കൊന്നുമില്ല, ജനറൽ ലൈനും. അതിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ ഒരുമുണ്ടെങ്കിൽ ഉറക്കുമ്പോൾ ഉറങ്ങാറില്ല. അതിൻ്റെ തെളിവാണത്. അപ്പോൾ പിന്നെ നമ്മൾ സമയം കളയണമല്ലോ. അപ്പോൾ യൂനോ കളിച്ചാൽ എന്താണ് നോക്കുമ്പോൾ ഞാൻ യൂനോ എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് യൂനോ അല്ല, OUN ആണ്, ഓനാണിത്. അപ്പോൾ അതിൽ കുറച്ച് പ്രോ പ്ലേയേഴ്സാണിത്. നമ്മൾ സ്വാലിഹ്, പിന്നെ നിഷാദ്, ഷബീർ, ആഫ്താബ്, നാദിർ ഇവരൊക്കെ ഇപ്പം കളിച്ച അവസാനം നമ്മൾ പൊട്ടി. പിന്നെ ഇത് നല്ലൊരു അടിപൊളി വൈബ് പാലം. അത് പാലല്ല, അതിൽ അടിപൊളിയാണ്. അതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേഡിയം മാതിരി ഒതുക്കുന്നുണ്ട്. മഴ വരുമ്പോൾ അതുവരെ വെള്ളം ഉണ്ടാവും തോന്നുന്നുണ്ട്. ആളുകൾ നിറച്ച് കുളിച്ചാനുണ്ട് ഇതിൽ. പിന്നെ നമ്മൾ രാത്രി അൽഹംദുലില്ലാഹ് വിശാഖപട്ടണം സ്റ്റേഷനിലേക്ക് എത്തി. അവിടുത്തെ കാഴ്ചകളാണ്. അവിടുന്ന് ഇങ്ങനെ നടന്ന് തൊട്ടപ്പുറത്ത് കേരള മസ്ജിദ് ഉണ്ട്. കേരള മസ്ജിദിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പിശുക്കന്മാരാണ്, ലോട്ടൊന്നും പിടിക്കില്ല, ഊബറും ടാക്സിയൊന്നും വരില്ല. നമ്മുടെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്, വേണം വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ സഹകരണ ബോധം ഇതുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. ചിലർ ട്രോൾ എന്തിയിട്ട് കയ്യിൽ സാധനം പിടിച്ച് അങ്ങനെ ആകെ നടന്ന്. നമ്മളെ ഫുഡ് ഇൻസ്പെക്ടർ റോബിയാണ്, ഓനെ സഹകരിച്ച് മറ്റു കുട്ടികളും പിടിച്ച് ഭക്ഷണം എത്തി. അൽഹംദുലില്ലാഹ് അത് മസ്ജിദാണ്. അത് വിശാലമായ പള്ളിയുടെ മുകൾ ഭാഗമാണ്. നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ വെച്ചു. ഇനി ഇത് അതിൻ്റെ പുറത്തെ പള്ളി മേലത്തെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല കുത്തനല്ല ഇറക്കാണ്. ഇതിൽ കുറച്ച് ആൾക്കാർ കയറണുള്ളൂ, ലഗേജ് മുടിച്ച് കയറണുള്ളൂ ഇവിടെ. അപ്പോൾ ആൾക്കാർ അടിയിൽ ബാഗ് ചൂട് കൊടുത്ത് മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ഉറക്കവും രാത്രി മഗ്‌രിബും ഇശാവും ഒക്കെ ഇവിടെ തന്നെയാണ് നിസ്കാരം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഔത്തേപ്പള്ളി നമുക്ക് തുറന്നു തന്നിട്ടില്ല. ആദ്യം ഇത് സുബഹി നിസ്കരിച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്നു. ഇൻഷാ അല്ലാഹ് നാളെ സുബഹി അവിടെ നിന്ന് നിസ്കരിക്കും. പിന്നെ ആളുകളൊക്കെ ഒതുകൊടുത്ത് മുഖം കഴുകി ഫ്രഷായി റൂമിൽ ഉറങ്ങാനും മൂത്രയിച്ചാണ്ടും കക്കൂസ് കൊണ്ടൊരു കക്കൂസ് പോയിട്ടും കുളിച്ചൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കണം. ഓരോരുത്തരെത്തി തുടങ്ങണം. അങ്ങനെ അൽഹംദുലില്ലാഹ് അവസാനം എത്തിയല്ലോ, റാഹത്തായി. ഇത് അടിപൊളിയാണ്. നമ്മുടെ യാത്ര വിവരണങ്ങൾ എഴുതാനേ എല്ലാവർക്കും പുസ്തകവും പേനയും കൊടുക്കണം. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നോട്ടുക്കും പേന ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും സാധനം എഴുതാലോ. പിന്നെ അത് കിട്ടിയേക്കാൻ ഒരുത്തം തുടങ്ങി ഓൻ്റെ യാത്ര വിവരണം എഴുതാം. പെരേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു എവിടെ എത്തി വെച്ചപ്പോൾ നമ്മൾ സുള്ളി കഴിഞ്ഞു പറഞ്ഞിട്ട് ഏതാ ചേട്ടാ സുള്ളി വെച്ചു. അപ്പോൾ ഒക്കെ മാപ്പ് നോക്കിയിട്ട് അവസാനം ചെറുക്കം നോക്കി വിവരിച്ചിന് വീട്ടിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇശാവും മഗ്‌രിബും ജമാഅത്തായി ജമ്മുവും കസറായി നിസ്കരിച്ചു. എല്ലായിടത്തും ഉണ്ടാവില്ല കുറച്ച് ലാസ്റ്റ് വണ്ടികൾ. അങ്ങനെ കുറച്ച് ലാസ്റ്റ് വണ്ടികൾ അവിടെ നോക്കിയിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പം എൻ്റെ കഥയത്ത് പിന്നെ കഴിച്ചിട്ടില്ല. അങ്ങനെ കടന്നും മറിഞ്ഞുകൊണ്ട് എയ്ത്ത് നടന്ന് അങ്ങനെ അൽഹംദുലില്ലാഹ് ഉറങ്ങി. കിലോയിൽ ഉറങ്ങുമ്പോഴും എൻ്റെ എയ്ത്താട്ടും. ഇവിടെ വേറെ ഒരുത്തനും പാടുണ്ട് എഴുതാൻ, നമ്മുടെ പ്രിയപ്പെട്ട കുണാണ്ടാർ ആസിം. ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്. ആദ്യ ശ്രമമാണല്ലോ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നാളെ അടുത്തുള്ള 2-ാമത്തെ 3-ാമത്തെ ദിവസം മുതൽ അടിപൊളിയാകും. ഇദ്രീസിൻ്റെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള സഹായവും അതുപോലെ തന്നെ നമ്മുടെ റഷീദ് ഖാൻ്റെ ഫോൺ സഹായമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉഷാറാക്കാം.